Hi, hello amigos. Hope you're doing well. Then ഇന്നത്തെ വീഡിയോ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊസംബിക്കിലെ ഒരു മുരിങ്ങ ബേ എന്നൊരു റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലേക്ക് റിലേറ്റഡ് അടുത്തായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2 days ട്രിപ്പ് അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ 15 മിനിറ്റ് ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കയ്യിലൊരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ റാഷിയാണ് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അവിടുന്ന് നമ്മളെല്ലാം നിതിൻമോനെയും കൂട്ടിയിട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോകട്ടോ. എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മുടെ വണ്ടി കാണേണ്ട ഒരു താമസം. അപ്പൂട്ടനാണെങ്കിൽ ഓടാൻ തുടങ്ങി കേട്ടോ. അവന് ഓടി വന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് നിന്ന് തട്ടണം, എന്നാൽ അവന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിക്കോ, ഓടിപ്പോയിട്ട് റീഡ് ചെയ്യാം കേട്ടോ വണ്ടിക്ക്. യെസ് പ്രസൻറ്റ് സാർ. 2 ദിവസത്തെ ട്രിപ്പാണെങ്കിലും ഒരാഴ്ചത്തേക്കുള്ള ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അനൂപേട്ടനും ദില്ലേച്ച് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോഴും എന്നെ വണ്ടിയുടെ ബേക്കിലിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങതാ കുറുപ്പേട്ടൻ, ഹായ്. അപ്പോൾ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ വിടാനുള്ള പരിപാടിയാണ്. ഇത് അനൂപേട്ടൻ്റെ ആയുധങ്ങൾ മൊത്തത്തിലുണ്ട്. ക്യാമറ വിത്ത് ലെൻസ് ആൻഡ് ഓൾ ദ ആക്സസറീസ്. 2 കാറിലായിട്ട് 8-9 പേരുടെ യാത്രയാണ്. അടുത്ത ടീംസ് അതാ മെല്ലെ വരുന്നുണ്ട് കേട്ടോ. ഏയ് അബ്രോട്ടെ മാരൊക്കെ ലുക്കിലാണല്ലോ, മുടിയെല്ലാം കെട്ടി. ആഹാ. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ വണ്ടിയിൽ നിന്ന്. ഫൈനലി വി ആർ റെഡി ടു ഗോ. ഗെറ്റ് സെറ്റ് ഗോ ഇൻ വേ. ഫ്രണ്ടിലിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണത്താലേ എൻ്റെ കയ്യിൽ മുട്ട വിട്ടുപോയിട്ടോ. എൻ്റെ ഷോർട്ട് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കറിയാം, ഈ മൊസംബിക്കിലെ ആഫ്രിക്കൻ കൺട്രിയെ മൊസംബിക്കിലെ ആകാശങ്ങളെ പറ്റി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഡിഫറൻ്റ് ആട്ടോ. ഭയങ്കര ക്ലൗഡി ആയിട്ട് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള മേഘങ്ങൾ. മെല്ലത് എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാണേ. എന്തായാലും ലോങ് യാത്രയല്ലേ, പോകുന്ന വഴിക്ക് ഇനി എവിടെയും പമ്പ് അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. സോ വി ഹാവ് ടു ഫീൽ ദ ഫ്യൂൾ ഫസ്റ്റ്. നമുക്ക് വൺ സൈഡ് അറൗണ്ട് ഒരു 160 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകട്ടോ. എണ്ണ വില വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നാട്ടിൽ അറൗണ്ട് ഒരു 90-95 അറൗണ്ട് അടുത്ത് തന്നെ വരുന്നുണ്ട് ഇവിടെ ലിറ്ററിന്. നമുക്ക് ഈ മൊസംബിക്കിൽ ടെറ്റ് പ്രൊവിൻസിലൊക്കെ ചെറിയൊരു ഏരിയ മാത്രമേ ടൗണും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വിട്ടാൽ പിന്നെ ഇങ്ങനെ വെറുതെ കിടക്കുക സ്ഥലങ്ങൾ മൊത്തം കേട്ടോ. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നൊരു മരമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ദാറ്റ്സ് നെയിം ഈസ് ബൗബാവ്. മൊസംബിക്കിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളേക്കുള്ളൊരു ലിങ്ക് റോഡും കൂടെ ആട്ടെ ഇത്. ഈ ഒരു ഹൈവേൻ്റെ കോലം കണ്ടില്ലേ. നമ്മുടെ ഈ പ്രൊവിൻസിൽ അത്യാവശ്യം മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വണ്ടികളുടെ ഓട്ടം കുറച്ച് കൂടുതലാട്ടെ റോഡുകളിൽ. 2 ബക്കറ്റുള്ള ഈ കോളും കൊണ്ട് പോകുന്ന വണ്ടിയാട്ടോ അത്. ഹെവി ലോഡെല്ലാം വെച്ചിട്ട് ഓടുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ റോഡുകൾക്കൊക്കെ നല്ല പണി ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് കാര്യങ്ങളും നടക്കുന്നുമില്ല. ഇപ്പോൾ ഇതാ അത് കറണ്ട്ലി ഇതാ റോഡ് വീതി കൂട്ടുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം. ഇങ്ങനത്തെ ഒരു വണ്ടി പോയുണ്ടല്ലോ നമുക്ക് കണ്ണ് പോലും കാണത്തില്ല. പൊടി മാറിയിട്ട് എന്തൊക്കെയാണെങ്കിലും ഫ്യൂച്ചറിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഇനിയും വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാമല്ലേ നമുക്ക്. എന്തായാലും ഗൾഫും അതുപോലെ തന്നെ യൂറോപ്പൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പം വരുന്നൊരു യൂറോപ്പ് ആവട്ടെ ആഫ്രിക്ക. ആ പോകുന്ന വണ്ടിയുടെ ബേക്കിൽ കണ്ടോ, ടാർപ്പായിൻ്റെ ബേക്കിലൊക്കെ ആയിട്ട് കുറേ മുൾക്കമ്പികളൊക്കെ വെച്ച് കെട്ടിയേക്കുന്നത്. മുൾക്കമ്പികളല്ലേ, മുൾച്ചെടികളും മുള്ളുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാമോ? അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടുത്തെ ആൾക്കാരെ. കാരണം കള്ളന്മാരെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൽ കുറച്ച് സീനാട്ടോ. അപ്പോൾ വണ്ടിക്കാർക്കൊക്കെ അത്ര റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. നമ്മളത് മൊത്തം 5 പേരുണ്ട് നമ്മുടെ വണ്ടിയിൽ കേട്ടോ. അനൂപേട്ടൻ്റെ ക്യാപ്പ് ഞാൻ വില ഇങ്ങനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ കരിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളൊരു ചാക്കങ്ങ് വാങ്ങിയതാണേ. ഈ റോഡ് സൈഡുകളിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കരികൾ കാണാം. അവർ മരമെല്ലാം കത്തിച്ചിട്ട് കരി കളക്ട് ചെയ്തിട്ട് ഓരോ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെക്കും കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്നല്ല ടൗണിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു 150-120 കിട്ടും. പക്ഷെ ഇവിടെ നമുക്കത് 70 രൂപ 80 രൂപയ്ക്കൊക്കെ കിട്ടി കേട്ടോ. ഇവരെ നമ്മൾ കുറേ നേരമായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ വിട്ടടിച്ച് പോയി അവർ. ജസ്റ്റ് അവരെ നിർത്തിയിട്ടേ നമുക്ക് അവരുടെ സ്നാക്സ് കുറച്ച് വാങ്ങാം. കുട്ടികളെ വേണ്ടോ ബ്രോ? നമുക്കിപ്പോൾ ഇത് അവരുടെ കയ്യിൽ കുറച്ച് പോപ്കോൺസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്തായാലും അവർക്ക് കൊടുത്തേക്കാം. റാഷിൻ്റെ മാക്സിമം പവർ എടുത്തിട്ട് ചവിട്ടി വിടുന്നുണ്ട് വണ്ടി കേട്ടോ. 120-140 പോകുന്നത്. അങ്ങനത്തെ ആ കുറേ വന്നപ്പോഴത്തേനും ഒരു തമിഴ്നാട് പ്രതീതി വന്നേ. നമ്മൾ പോകുന്നത് മുരിങ്ങ ബേ എന്നൊരു റിസോർട്ട് സ്റ്റേയിലേക്കാണ് കേട്ടോ. അപ്പം അവിടത്തേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു റോഡാണ് ഈ കാണുന്നത്. ഈ ബോർഡ് കണ്ടില്ലേ. ദെൻ റൈറ്റിലോട്ട് പോയാൽ മുരിങ്ങ ബേ.
ദെൻ വി ഹാവ് ടു വെയിറ്റ് സം ടൈംസ് ഫോർ ദം. അവരും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. സോ അവർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്ന പവർഫുൾ മെഷീൻ ദ ടൊയോട്ട ഹൈലക്സ്. പൊളിയല്ലേ വണ്ടി. അങ്ങനെ ആ മെയിൻ റോഡിൽ ഞങ്ങൾ മുരിങ്ങാപ്പേ, അതായത് 19 കിലോമീറ്റർ ആണ് ഇനി ഇവിടെ നിന്നുള്ളത് കേട്ടോ. ചെറിയൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു ഓഫ് റോഡർ ആയിട്ടാണ്. ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ബൈക്കിൽ വെള്ളം കൊണ്ട് പോകുന്ന കാഴ്ചയായിട്ടാണ് കാണുന്നത്. രണ്ട് സൈഡിലും കുറേ ക്യാനെല്ലാം വെച്ചിട്ട് പോകുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഗ്യാപ്പിൽ അവർ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. തീക്ക് വേണ്ടിയിട്ടുള്ള കരിയും അതുപോലെ തന്നെ മീറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മസാലകളൊന്നും വാങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ഓയിലും. സോ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിയിട്ട് പോകാന്നുള്ള മൈൻഡിലാണ്. ഈ ഗ്രാമത്തിലേക്ക് എവിടെയാണോ കടയുണ്ടാവുക ആർക്കറിയാം. ഇനി നമുക്ക് നമ്മുടെ റാഷിയുടെ കുറച്ച് പ്രോ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ടാലോ. മഴ തീരെ കുറവായിട്ടുള്ള ഏരിയ കേട്ടോ നമ്മുടെ മൊസംബിക്കിൽ ഈ ഒരു പ്രൊവിൻസ്. ഇവിടെ അത്യാവശ്യം മഴയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മഴ 2-3 ദിവസങ്ങളിൽ അടുപ്പിച്ചൊരു മഴ കിട്ടിയാൽ തന്നെ ഇത് മൊത്തം ഒന്ന് പച്ചപ്പാവും കേട്ടോ. നോക്കിയും വരണ്ട് കിടക്കുമല്ലേ. ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഫീൽ അടിക്കുന്നുണ്ട്. ഈ മെയിൻ റോഡ് എന്നൊക്കെ എത്ര ഉള്ളിലേക്കല്ലേ ഗ്രാമങ്ങളൊക്കെ. അവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? നമുക്കൊക്കെ ഒന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും. വിജനമായ സ്ഥലത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടിയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ല നമുക്ക്, ഒരു സമാധാനം. ആ കാണുന്ന ചെടിയിലുള്ള കായ് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നാരകമാണ് ആദ്യം തോന്നിയത്, നാരങ്ങ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നാരങ്ങയല്ല. എൻ്റെ പോലെ ഒരുത്തരതാ പോകുന്നത്. ഈ റോട്ടിൽ കൂടെ കണ്ട വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അടിപൊളി, നല്ല രസമുണ്ടാവും. സൂര്യമാമ കത്തിക്കുന്നതോടെല്ലാം ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് റോട്ടിൽ നിന്ന് നമ്മളൊരു 8 കിലോമീറ്റർ മുന്നോട്ട് വന്നപ്പോൾ തന്നെ അവരൊരു ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടോ. പച്ചപ്പ് എന്നുള്ള സാധനം വളരെ വളരെ റെയറായിട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ മഡി ആയിട്ട് ബ്രൗൺ ആയിട്ട് കിടക്കുകയാണ് മൊത്തത്തിൽ, പൊടിയും വെയിലും. ഇവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട്. വറ്റി വരേണ്ട പുഴയൊക്കെ കാണുന്നുണ്ട്. അതെന്താണോ ആ പോകുന്നത്, ഒരു തെയ്യം തിറയൊക്കെ പോലെ ഇവരെന്തെങ്കിലും ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള കോലാണോ എന്ന് അറിയത്തില്ല കേട്ടോ. 2 പിള്ളേരും പുറകെയുണ്ട്. നമ്മുടെ സ്പോട്ടിലേക്കുള്ള ഒരു കവാടമാണ് ആ കാണുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, ഇവിടെ 2 മതിലൊരു ഗേറ്റും മാത്രം. അപ്പുറത്തോട്ട് പോയാലും ആരും അറിയാൻ പോകുന്നില്ല. അടിപൊളി. ഞാനാണെങ്കിൽ ഈ മൊസംബിക് എന്ന രാജ്യത്തെ പറ്റി കേൾക്കുന്നതന്നെ എനിക്കൊരു ജോബ് ഓഫർ വന്നതിന് ശേഷം കേട്ടോ. പണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ആഫ്രിക്ക എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക എന്നായിരുന്നു എൻ്റെ മൈൻഡിലേക്ക് കേട്ടോ. അങ്ങനത്തെ എല്ലാവർക്കും പലർക്കും ഞാൻ പറയുമ്പോൾ ഒക്കെ എല്ലാവരും പറയാറുണ്ട് ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആർക്കും വിശ്വാസമൊന്നുമില്ല. അതുപോലെ ഈ മൊസംബിക് എന്നൊരു രാജ്യം ഈ ലോകത്തുണ്ട് എന്ന് അറിയുന്നത് ഞാൻ ഈ ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം മാത്രമാണ്. ഓരോ ആഫ്രിക്കൻ കൺട്രിയും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽസാണ് കേട്ടോ. കൾച്ചറുകളും ആൾക്കാരൊക്കെ കാണാൻ ഒരുപോലെ ആണെങ്കിലും അവിടെ എല്ലായിടത്തും പല പല കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ലാംഗ്വേജ് ആണെങ്കിലും ഇതേ നോക്കിക്കേ, കന്നുകാലികളെ ആരോ അഴിച്ചു വിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊന്നും കയറ് പോലും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കയറ്, നമ്പർ, എന്തൊക്കെ സാധനങ്ങളുണ്ടാവില്ലേ. ഇതിനൊക്കെ കഴിക്കാൻ വല്ലതും കിട്ടുന്നുണ്ടാവോ? വെള്ളമല്ല എങ്ങനെ കുടിക്കുന്നു അല്ലേ? സമ്മതിക്കണം. നമുക്ക് ചുറ്റുമുള്ള കൺട്രീസായ സിംബാബ്വെ, സാംബിയ, അതുപോലെ സൗത്ത് ആഫ്രിക്ക, മലാവി ഒക്കെ ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. കാരണം വേറൊന്നല്ല, പണ്ട് കാലത്ത് അതൊക്കെ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു. പക്ഷെ മൊസംബിക്ക് മാത്രം പോർച്ചുഗീസുകാരുടെ അണ്ടറിലായതുകൊണ്ട് ഇവിടുത്തെ ലാംഗ്വേജ് പോർച്ചുഗീസാണ്. അങ്ങനെ ഇതാ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മുരിങ്ങാബേ റിസോർട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, സ്ഥലങ്ങളൊക്കെ മാറാൻ തുടങ്ങി കേട്ടോ. ഇവരായിട്ട് തന്നെ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടംപോലെ ബോട്ടും കാര്യങ്ങളും ഇവിടുത്തെ ലേക്കിലുള്ള റൈഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ക്ലയൻസ് ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇന്ന്, നമ്മൾ മാത്രം തോന്നുന്നു ഗസ്റ്റ്. ആഹാ, ഒരു അടാറ് ജീപ്പായിട്ടും കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർ കോംബോ, സെറ്റ് സാധനം. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു റൈഡിന്. 4-5 പേർക്കൊക്കെയാണ് മാക്സിമം കയറാൻ പറ്റാൻ തോന്നുന്നുണ്ട് ഒരു ബോട്ടിൽ. അവരുടെ പട്ടിക്കുട്ടനൊക്കെ ഉണ്ടോ, ഏതാണോ ഇനം. ഫസ്റ്റ് തന്നെ റിസപ്ഷനിലേക്കൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ ബുക്കിംഗ് ഒന്ന് കൺഫേം ആക്കണം. അതിനുശേഷം എല്ലാ റൂമിലേക്ക്. ഓരോരുത്തരും അവരവരുടെ കൈകളുണ്ടെന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് എത്തിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള മുട്ട, പിന്നെ നമ്മൾ ആ ടൈമിൽ ഞാൻ അനുപാട്ടും കൂടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പച്ചപ്പ് കാണുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇവിടെ എത്തിയപ്പോൾ മാറി കേട്ടോ. അടിപൊളി ഏരിയ കേട്ടോ, നല്ല രീതിക്ക് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെല്ലാം. ഈ പൂവിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? നമ്മൾ ഇതിനെ ശവന്നാരിപ്പൂ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ലേക്കിൻ്റെ സൈഡിലോട്ട് പോകാം.
അപ്പോൾ അവിടുത്തെ വ്യൂസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു സൈൻ ബോർഡ്സ് എല്ലാം കണ്ടില്ലേ, ക്രോക്കോഡിൽസ് ഉണ്ട്, ഡേഞ്ചറാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. ഇവരൊക്കെ നല്ല വെട്ടിക്കൂട്ടി കഴിക്കും കേട്ടോ, അടിപൊളി സാധനം എന്നാണ് കേട്ടോ. പക്ഷേ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇത് പറ്റിയിട്ടില്ല. അനുപട്ടം പറയുമായിരുന്നേ, കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇവിടെ വന്നപ്പോൾ ആണ് ഈ സ്ഥലത്ത് തന്നെയാണ് ഹിപ്പോപ്പൊട്ടാമസിനെ പിടിച്ചിട്ട് അവന്മാർ അറുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊന്നും കാണാൻ പറ്റിയില്ല, ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചു. ഇതിന്റെ ചെറിയൊരു ഇടുക്ക, ഈ രണ്ട് മലയുടെ ഇടയ്ക്ക് അതാണ് ഈ മുരിങ്ങ ബേ. നൈസിൽ ചിൽഡ് 2 ബിയറെല്ലാം എടുത്ത് വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മൂടായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം, പൊളി. മെല്ലെ കൊണ്ട് ഇരുട്ടി വീണ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മേലോട്ട് പോയിട്ടോ. അവിടെയാണെങ്കിൽ വെള്ളത്തിൽ ഒരേ കളിയാണ് എല്ലാവരും, നല്ല ബ്ലൂയിഷ് ബ്ലൂം വെള്ളം. സോ നീന്താൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ കിടന്ന ഒരേ കളിയാട്ടോ. ഞാനാണെങ്കിൽ ജസ്റ്റ് പഠിച്ച് വരുന്നേ ഉള്ളൂ, സോ അധികം റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല. നമ്മുടെ ഹെൽപ്പർ അമീഗോ അതാ നമുക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന കരിയാണ് കാണുന്നത്. ചിക്കനൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇവന് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. പിന്നെ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിരം വട്ട് പരിപാടി, കഴുത കളി. എല്ലാവരും അതിൽ അഡിക്റ്റഡ് ആട്ടോ നിലവിൽ. ഇനിയിപ്പോൾ മുരിങ്ങാബേ വന്നിട്ട് ഇപ്പോൾ അതിനൊരു കുറവ് വേണ്ടെന്ന് വെച്ചു. സോ അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ വളരെ ക്യൂട്ടായിട്ടുള്ള സൺകിസ്ഡ് മോർണിംഗ് വ്യൂ കൊള്ളാട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ സൺലൈറ്റിൻ്റെ കൂടെ ഈ ഒരു പച്ചവെള്ളം കാണുമ്പോൾ ഒരു മനസ്സിന് എൻ്റെ ഒരു സുഖമാണ്. നമ്മളിന്നലെ സ്റ്റേ അടിച്ച റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഈ ബേക്കിലായിട്ട് കാണുന്നതാണ് ആ ബിൽഡിങ്. ഇതിലൊരു റൂമിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അടിപൊളി കേട്ടോ. ബോട്ടുകാരനെ തപ്പി മേലേക്ക് പോയ സമയത്താട്ടോ ഈ കിളിക്കൂടുകൾ ശ്രദ്ധിച്ചത്. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ ആണെങ്കിലും ആൾക്കാരിങ്ങനെ ശല്യമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കാണാം കേട്ടോ പല മരങ്ങളിലും. നമ്മുടെ നാടുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പേടിച്ചിട്ട് ഈ സാധനങ്ങൾ മരത്തിൻ്റെ ടോപ്പ് ഹൈറ്റ്സിലേക്കാണല്ലോ കൂട് കൂട്ടുക. ബോട്ടുകാരൻ പറ്റിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് വിശക്കുന്നതുകൊണ്ടും ഓടി വന്നിട്ട് ഒരു ഓംലെറ്റിൽ അടിച്ചിട്ട് മെല്ലെ വിടുക കേട്ടോ. അപ്പം ബോട്ടുകാരൻ താഴേക്ക് വന്നിട്ടെന്നാണ് പറഞ്ഞത്, ഇതുകൂടെ കഴിച്ചിട്ട് വേഗം പോട്ടെ. നമുക്ക് പോകേണ്ട ശകടം അതാ തുള്ളി വരുന്നുണ്ട് കേട്ടോ. വന്നല്ലോ, എന്തായാലും സന്തോഷം. ഓ ഇമ്മാതിരി സീറ്റാ, ചായ പോലും ഇല്ലേ. സൂര്യൻ കുറച്ച് മൂർച്ഛിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഗ്യാരണ്ടി കളർ കുറച്ചുകൂടെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. സുസൂക്കിയുടെ എഞ്ചിനുള്ള ഒരു അടിപൊളി ബോട്ട്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചും നോക്കിയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ ഡുണ്ടു പിഴി അങ്ങോട്ടെ. അണ്ണൻ്റെ തൊപ്പി പോയി ഗൈസ്, പാവരുണ്ട് പിഴിഞ്ഞെടുക്കുന്നു. ആദ്യമൊക്കെ എത്രത്തോളം വെള്ളം ഈ ഒരു ഡാമിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഉദാഹരണം കേട്ടോ ആ കാണുന്ന ലൈൻസ്. ഓരോ കറക്റ്റ് ഒരു ലൈനായിട്ട് വെട്ടിയിട്ട പോലെ ഇല്ലേ, ഇത്രയും വെള്ളമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. മഴ അധികം കിട്ടാത്തതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറവാണ്. പുള്ളി പറയുകയായിരുന്നു പുള്ളിയുടെ ഒരു തോണിക്കാരൻ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പം എന്തെങ്കിലും മീനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരിൽ നിന്ന് വാങ്ങാമെന്ന് കേട്ടോ. ഇവർക്കൊക്കെ ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് പൈസ കൈ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ എന്തായാലും ഇവിടെ ജീവിക്കാനുള്ളൊരു വഴിയൊക്കെ. സോ ഇവരെന്തായാലും അറക്കുന്ന പ്രൈസൊന്നും പറയത്തില്ല ഒന്നിനും, പിന്നെ അധികം പേശാനും പാടില്ലല്ലോ ഇവരോട്. ചെമ്പല്ലി തന്നെയല്ലേ കിടക്കുന്നത്, ചെമ്പല്ലി പോലെയുള്ള വേറെ മീനാണെന്ന് അറിയത്തില്ല. ഫ്രഷാട്ടാ, പെട്ടയ്ക്കുന്നുണ്ട് കിടന്നിട്ട്. അങ്ങനെ വേറൊരു ചേട്ടനെ കൂടെ കെട്ടിയിട്ടുണ്ടേ. അപ്പോൾ പുള്ളിയുടെ കയ്യിലും കുറച്ചധികം മീനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വാങ്ങിയേക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരു ക്രോക്കോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അധികം വണ്ടി അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശാന് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യാത്രാ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുവാണെങ്കിൽ പുള്ളി മെല്ലെ സൈലൻ്റ് ആക്കിയിട്ട് സാധനങ്ങളെ കാണിച്ചു തരും കേട്ടോ. ക്രൊക്കോഡൈൽസിന് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴേ നമ്മളെ പേടിപ്പിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളധികം നിന്നില്ല അവിടെ. ഈ ബോട്ടിംഗ് അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നുമില്ല.
അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് പിരിയാനുള്ള പരിപാടിയാണ്. ദെൻ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. ദെൻ എനിവേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നിയ എന്ത് കാര്യങ്ങളാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, പിന്നെ എന്തൊക്കെ സജഷൻ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ ദെൻ ടേക്ക് കെയർ, ബൈ.